മണ്ണുത്തിയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് 45.5 പവൻ സ്വർണവും 50,000 രൂപയും കവർന്ന കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. അന്തർ സംസ്ഥാന ലോറി ഡ്രൈവർമാരാണ് പിടിയിലായത്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മഹാരാഷ്ട്ര പൂനെ സ്വദേശി ആകാശ് ഷിൻഡെ, രാജസ്ഥാൻ സ്വദേശി മജീദ് എന്നിവരാണ് പിടിയിലായത്. മറ്റു പ്രതികളായ രാജസ്ഥാൻ സ്വദേശികളായ സൂരജ് പവാർ, വിക്കി പവാർ, മഹാരാഷ്ട്ര സ്വദേശി നിലേഷ് ഷിൻഡെ എന്നിവരെ പിടികൂടാനുണ്ട്. ഇവരിൽ സൂരജ് പവാർ പോലീസ് കസ്റ്റഡിയിലായതായി സൂചനയുണ്ട്. മഹാരാഷ്ട്രയിലെയും രാജസ്ഥാനിലെയും അന്തർ സംസ്ഥാന ലോറി പേട്ടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത്. CCTV വിഷ്വൽസും അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞതിൻ്റെ അകത്ത് നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ക്ലൂവും കിട്ടിയില്ല. പക്ഷേ നമ്മൾ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിനൊടുവിൽ ഈ പരിസര പ്രദേശത്തൊരു നാഷണൽ പെർമിറ്റ് ലോറി വന്ന് കിടക്കുന്നത് കണ്ട് അതിനെ ട്രേസ് ചെയ്ത് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് പറയേണ്ടത് നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് സാർ അതിൻ്റെ അകത്ത് പ്രത്യേകമായി ഇൻട്രസ്റ്റ് എടുത്തൊരു ടീം തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പഴനിസ്വാമി എന്ന് പറയുന്ന ASIയുടെ നേതൃത്വത്തിൽ ഒരു സ്ക്വാഡുണ്ട്. കൂടാതെ കൊണ്ട് നമ്മൾ ഇവിടെ തന്നെ സബ് ഡിവിഷൻ തലത്തിലൊരു സ്ക്വാഡ് ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് നമ്മുടെ SHO ബിജു, കൂടാതെ കൊണ്ട് ASIമാർ, ഇവിടുത്തെ ഓഫീസേഴ്സ്, ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയിട്ടുള്ള നമ്മുടെ SI ഉണ്ണി, ഇവരെല്ലാവരും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂട്ടായിട്ടുള്ളൊരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് തികച്ചും ശാസ്ത്രീയമായിട്ട് മഹാരാഷ്ട്ര സ്വദേശികളും അതുപോലെ തന്നെ രാജസ്ഥാൻ സ്വദേശികളുമായിട്ടുള്ള 4-5 പേര് ചേർന്നിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അത് ഈ ലോറിയെ ട്രേസ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ലോറി ലോഡ് ഇറക്കുന്നതും അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്. ജൂൺ 7 പുലർച്ചെയാണ് നാടിന് നടുക്കിയ കൊള്ള നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പരിസരത്തെ 22 CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും അന്വേഷണത്തിന് സഹായകമായ ദൃശ്യങ്ങളൊന്നും ലഭിച്ചില്ല. സംഭവ സമയത്തിന് മുൻപായി പരിസരത്തുകൂടി കടന്നുപോയ ലോറികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 5 പേരടങ്ങുന്ന സംഘം സഞ്ചരിച്ച ലോറിയെപ്പറ്റി സൂചനകൾ ലഭിച്ചത്. തുടർന്ന് നടന്ന ശാസ്ത്രീയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് പ്രതികളിൽ 2 പേർ പോലീസ് വലയിലാകുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള സ്ക്വാഡും മണ്ണുത്തി SHO ബിജു, SI ശ്രീഹരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്നാണ് രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും പോയി അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത്. ഇവരിൽ 3 പേർ കവർച്ചാ കേസുകളിൽ പ്രതികളാണ്. ആരുടെ പേരിലും കേരളത്തിൽ മുൻപ് കേസുകളില്ല. കഴിഞ്ഞ 7-ാം തീയതിയാണ് തൃശ്ശൂർ ജില്ലയെ മാത്രമല്ല സംസ്ഥാനത്തെ ആകമാനം നടക്കിയ വീട് കൊള്ളയടിച്ചൊരു സംഭവം ഉണ്ടായത്. മണ്ണുത്തിയിലാണ് സംഭവം. ചെറുപാറ സോമശേഖരനെ കെട്ടിയിട്ട് 45 പവൻ സ്വർണവും 50,000 രൂപയും കവർന്ന ഒരു സംഭവമായിരുന്നു അത്. 2 പ്രതികളെ, ഒരാളെ രാജസ്ഥാനിൽ നിന്നും മറ്റൊരാളെ മഹാരാഷ്ട്രയിൽ നിന്നും തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മണ്ണുത്തി പോലീസിൻ്റെയും സഹകരണത്തോടെ പിടികൂടിയിരിക്കുകയാണ്. ബാക്കി 3 പേരെ കുറിച്ച് എല്ലാ വിവരവും പോലീസിൽ ലഭ്യമായി കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവരും പിടിയിലാകുന്നൊരു സാഹചര്യമാണുള്ളത്. മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്യാമറാമാൻ ഷിബി പോട്ടോറിനോടൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്.